കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളിൽ 2ാം സ്ഥാനത്തും സാംബവ സമുദായത്തിന്റെ വിമോചനത്തിനു വേണ്ടി നിയമപരമായി രജിസ്റ്റർ ചെയ്തു പ്രവർത്തിച്ചു വരുന്നതുമായ സമുദായ സംഘടനയാണ് സാംബവ മഹാസഭ. കേരള നവോത്ഥാനത്തിലും സഭ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സമുദായത്തിന്റെ ജീവിതം ഇന്നും ദുരിതപൂർണ്ണമാണ്. ഞങ്ങളുടെ പല സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും തൊഴിൽപരമായും അതുപോലെ തന്നെ സംഘടനാപരമായും സാംസ്കാരികപരമായും പാർപ്പിട ഭൂമി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾ പിന്നോക്കമാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊന്നും തന്നെ അർഹമായ ഒരു പരിഗണന ഞങ്ങൾക്ക് തരുന്നില്ല. സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം വരുന്ന സാംബവ സമുദായത്തിന്റെ ജീവിതം ഇന്നും ദുരിതപൂർണമാണ്. ഭൂമി, പാർപ്പിടം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ വളരെ പിന്നിലാണ്. ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങൾക്ക് 50 സെന്റിൽ കുറയാതെ ഭൂമി വിതരണം ചെയ്യണം. ഭവന നിർമ്മാണത്തിന് പട്ടികജാതിക്കാർക്ക് 10 വർഷക്കാലമായിട്ടും ഇപ്പോഴും 4 ലക്ഷം രൂപയാണ് ധനസഹായം നൽകുന്നത്. ഈ തുക വർദ്ധിപ്പിച്ച് 15 ലക്ഷമായി ഉയർത്തണം. 4 ലക്ഷം രൂപ ലഭിക്കുന്നതിന്റെ ഫലമായി ഒരിക്കലും തീർക്കാൻ പറ്റാത്ത കടക്കെണിയിൽ അകപ്പെടുകയാണ് ഈ സമൂഹം. പട്ടികജാതിക്കാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യമായി വർഷത്തിൽ 1 പ്രാവശ്യം നൽകുന്ന ലപ്സം ഗ്രാന്റ് LP മുതൽ UP വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നൽകുന്നത് 750 രൂപയാണ്. ഇത് 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 7000 രൂപയാക്കി ഉയർത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സാംബവ സമുദായത്തിന് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ പരിഗണന ലഭിക്കുന്നതും കുറവാണ്. അതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കി അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് ജോലി സംവരണം ലഭിക്കുന്നതിന് നിയമനിർമ്മാണം കൊണ്ടുവരണം. പട്ടികജാതി കുട്ടികൾക്കുള്ള പഠനമുറി 800 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകൾക്കാണ് കൊടുക്കുന്നത്. ഇത് 1000 സ്ക്വയർ ഫീറ്റ് വരെ വീടുള്ളവർക്ക് ലഭിക്കുന്നതിന് നടപടിയുണ്ടാകണം. പട്ടിക വിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന കാവുകൾ, ക്ഷേത്രങ്ങൾ എന്നിവ നവീകരിക്കുന്നതിന് ദേവസ്വം ബോർഡിൽ നിന്നും ആവശ്യമായ ഫണ്ടും അനുവദിക്കണം. പട്ടികജാതിക്കാരുടെ കൈവശമുള്ള ശ്മശാനങ്ങൾ പട്ടയം നൽകി ശ്മശാനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായ റോഡ് ഉൾപ്പെടെയുള്ള വഴി സൗകര്യങ്ങൾ ഒരുക്കി ചുറ്റുമതിൽ കെട്ടുന്നതിന് നടപടിയെടുക്കുകയും പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പൊതുശ്മശാനത്തിന് ഭൂമി അനുവദിക്കുകയും ചെയ്യണം. പട്ടികജാതിക്കാരുടെ പേരിൽ ജാതി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിന് സാംബവ മഹാസഭ ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങളുടെ സാംബവരുടെ ഒരു വിവിധ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും പല സംഘടനകളുണ്ട്. അതൊക്കെ ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷെ കാര്യമായ ഒരു സഹായം ഉണ്ടാകുന്നില്ലെന്നുള്ളത് ഞങ്ങളൊരു ദുഃഖസത്യമാണ്. അതിൽ നിങ്ങളുടെ ഒരു സഹകരണം കൂടി ഞങ്ങൾക്ക് വേണം. ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയൂ. ഭൂരഹിതരായ പട്ടിക കുടുംബങ്ങൾക്ക് 50 സെന്റിൽ കുറയാതെ ഭൂമി വിതരണം ചെയ്യണം. അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. പത്രസമ്മേളനത്തിൽ സാംബവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സോമൻ പാമ്പായിക്കോട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇട്ടി ഷാജി, ഇടുക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണൻകുട്ടി മൂവാറ്റുപുഴ, ബലറാം പേരാമ്പ്ര, കോഴിക്കോട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PP തങ്കച്ചൻ കോട്ടയം, KK തങ്കപ്പൻ എറണാകുളം എന്നിവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.